ഒരു ബ്രീഡ് നമ്മളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു 3.5 മാസത്തെ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ ആ ഫീമെയിലിനെ അറ്റ്ലീസ്റ്റ് ഒരു 10 പ്രാവശ്യമെങ്കിലും ബ്രീഡ് ചെയ്യിക്കണം. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കപ്പാസിറ്റി തീരും. 10 പ്രാവശ്യം, അതായത് 10 മാസം ഏകദേശം ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യുന്നതിനൊപ്പം നമ്മൾ അതിൻ്റെ ഒപ്പം വാങ്ങിക്കുന്ന മെയില് എപ്പോഴും അതിൻ്റെ കൂടെ തന്നെ ഇടരുത്. ആ മെയിലിന് മെയ്റ്റ് ചെയ്യാനുള്ള പവർ കുറയും. ഒരു 4 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ പെയർ അതിൻ്റെ ഒറിജിനൽ അല്ലേ, അപ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ബാച്ചിൽ നിന്ന് നല്ല മെയിലിനെ അതിൻ്റെ കൂടെ ഇട്ട് ചെയ്യാം. ഇത് നോർമൽ ബ്രീഡ് ചെയ്യേണ്ട ഒരു ആൾക്കാർക്ക് ഞാൻ പറയുന്ന കേസാണ് കേട്ടോ. ഇപ്പം ലൈൻ ബ്രീഡിങ് ഉണ്ട്. ലൈൻ ബ്രീഡിങ് കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ ലൈൻ ബ്രീഡിങ് അത്യാവശ്യമാണ്, നല്ല കാര്യമാണ്. ബൾക്ക് ബ്രീഡ് ചെയ്യുന്നവർക്ക് ലൈൻ ബ്രീഡിങ് നല്ലൊരു കാര്യമാണ്. പക്ഷേ എല്ലാവർക്കും ലൈൻ ബ്രീഡിങ്ങിലേക്ക് ആദ്യം തന്നെ ലൈൻ ബ്രീഡിങ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്യാവശ്യം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരു പെയറിന് ഇട്ട് കഴിഞ്ഞാൽ ഒരു 3-4 ബ്രീഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മെയിലിനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. എന്തായാലും മെയിലിന് ഫീമെയിലിൻ്റെ അത്രയും പവർ ഇല്ല. 3-4 മാസം കഴിയുമ്പോഴത്തേക്ക് അവന് ടയേർഡാവും. പിന്നെ മെയ്റ്റിംഗ് ഒന്നും കറക്റ്റായിട്ട് നടക്കില്ല, ക്വാളിറ്റി കുറയും. അതിന് ഒരു എളുപ്പ വഴി ഒന്നില്ലേ നമ്മളുടെ ബാച്ചിലെ തന്നെ ഫസ്റ്റ് ബാച്ചിൽ തന്നെ എടുക്കാം, നല്ല ഇതായിട്ട്. പിന്നെ ഒരു കാര്യം, ഇപ്പം നമുക്ക് ആദ്യത്തെ ഒരു പ്രൈസ് കിട്ടി, കുഞ്ഞുങ്ങളെ കിട്ടി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിൽ ഒരു 5-8 എണ്ണം പെട്ടെന്ന് വലുതാവും. ആർക്കെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒരു 50 എണ്ണത്തിൻ്റെ ഒരു മാച്ച് ആണെങ്കിൽ ഒരു 5-6 എണ്ണം പെട്ടെന്ന് അങ്ങോട്ട് വലുതാവും. ഞാൻ ചെയ്യുന്നത് അതിനെ പെട്ടെന്ന് അങ്ങോട്ട് എടുത്ത് ഞാൻ എൻ്റെ ആവശ്യത്തിന് മാറ്റും. റൂഡാകും, പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവും. ടെയിലിന് കളർ വരും. ചിലതിന് ഒരു 5-6 എങ്ങനെ എല്ലാവർക്കും അത് ഉണ്ടാവും. ഒരു എളുപ്പവഴികളാണ് ഈ പറയണത്. അതിനെ ഞാൻ അങ്ങോട്ട് ഈ സംഭവം എടുത്ത് മാറ്റും. അത് നമ്മൾ കെയർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ കേസ് ഉണ്ട്. ഈ ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ വരും. ഒരു 2 മാസം 2.5 മാസം ആകുമ്പോഴത്തേക്കും ചിലത് മാത്രം ഈ ഫുൾ റെഡ് ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് അറിയാം, മോളിൽ നോക്കുമ്പോൾ നല്ല ഉരുട്ടൊക്കെ ഇരിക്കും ചിലത്. അങ്ങനത്തെ മെയിലുകൾ ബ്രീഡിങ്ങിന് എടുക്കണം, വളരെ നല്ലതാണ്. ചിലപ്പോൾ കളറൊക്കെ ഇത്തിരി കുറവാണെങ്കിലും ഹെൽത്തി ആയിരിക്കുള്ളൂ. പക്ക മീറ്റിംഗ് ഒക്കെ പക്കയായിട്ട് വേണം, അങ്ങനെ ചെയ്യാം. ഞാൻ ഇപ്പൊ നേരത്തെ സിമെന്റ് ടാങ്കിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിപ്പോ കുറച്ചു ഞാനിപ്പോ ഗ്ലാസ് ടാങ്കിലാണ് ചെയ്യുന്നത്. സിസ്റ്റം ടാങ്കാണ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള. അത് മെയിനായിട്ട് നമ്മൾ ഇപ്പൊ എപ്പോഴും ഗപ്പി ചെയ്യുന്നവർക്ക് ഗ്ലാസ് ടാങ്ക് മസ്റ്റാണ് കേട്ടോ. എപ്പോഴും നമുക്ക് മെയിലിനെല്ലാം വാച്ച് ചെയ്യണമെങ്കിൽ ഗ്ലാസ് ടാങ്ക് എന്തായാലും വേണം. ഗ്ലാസ് ടാങ്ക് ഉണ്ടെങ്കിലേ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റൂ. ബാക്കിയുള്ള മീനുകളെ പോലെ അല്ലല്ലോ. ഇപ്പൊ ടെയിലിന് തന്നെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയണമെങ്കിൽ ഗ്ലാസ് ടാങ്കിൽ ഇട്ട് നോക്കാം. ഫീമെയിലിനെ വേണമെങ്കിൽ സിമെന്റ് ടാങ്കിൽ ഇടാം, വലുതാക്കാൻ ഇടാം. അതെ, ഇപ്പൊ ഞാനും അങ്ങനെയാണ് ചെയ്യുന്നത്. മെയിലിനെ ഗ്ലാസ് ടാങ്കിൽ ഇടും, ഫീമെയിലിനെ വലുതാക്കാനായിട്ട് സിമെന്റ് ടാങ്കിലാണ്. അതായിരിക്കുള്ളൂ കുറച്ചുകൂടി നല്ലത്. അതിപ്പോ ഞാൻ എല്ലാം സിസ്റ്റം ടാങ്കാണ് ചെയ്തേക്കുന്നത്. അതിനകത്ത് ബയോ ഫിൽറ്ററിങ് സിസ്റ്റമാണ്. ഇപ്പൊ ബയോ ഫിൽട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് അതിനകത്ത് ഉണ്ടാവുന്ന വേസ്റ്റേജ്, ഇപ്പൊ ഫുഡിന്റെ ഫിഷിന്റെ വേസ്റ്റ്, അല്ലെ തീറ്റ കൊടുക്കുന്നതിന്റെ വേസ്റ്റ്, ഇതെല്ലാം അതിൽ കിടന്ന് അമോണിയ ഫോം ചെയ്യും. ബെനിഫിഷ്യൽ ബാക്ടീരിയ, ഈ ബയോ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിഷ്യൽ ബാക്ടീരിയ അതിനകത്ത് വരും. ഈ ബാക്ടീരിയ ഈ അമോണിയനെ കൺവെർട്ട് ചെയ്ത് നൈട്രേറ്റ് ആക്കും. നൈട്രേറ്റ് ആകും. അമോണിയൊക്കെ ഭയങ്കര ദോഷമാണ് ഈ ഫിഷിന്. അതിന്റെ ഈ നൈട്രേറ്റിന്റെ അംശം തന്നെ പോകാനാണ് ഒരു പാർഷ്യലി ഒരു 1/3 വെള്ളം ഡെയിലി ചേഞ്ച് ചെയ്യണം നല്ലതാണെന്ന് പറയുന്നത്. വെള്ളത്തിൽ എന്തായാലും അതിന്റെ അംശം ഉണ്ടാവും. അപ്പൊ ഞാൻ ആദ്യം ചെയ്ത ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ബയോ ഫിൽട്ടർ സിസ്റ്റം വരുന്നു ഗ്ലാസ് ടാങ്കില്. അത് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ തവണ ഞാൻ തായ്ലൻഡിൽ പോയി കഴിഞ്ഞപ്പോൾ അവര് ഒരു പോർട്ടബിൾ മോഡലില് ഒരു ബയോ ഫിൽട്ടറാണ് ചെയ്തതാണ്. അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. ക്ലാസ് എടുത്തതിൽ നല്ലത് നിങ്ങൾ കണ്ടു മനസ്സിലാക്കിയായിരിക്കും ഏറ്റവും ബെറ്റർ. അത് കൊണ്ടുപോകുന്നുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിനു വേണ്ടി ഇങ്ങനെ ഗ്ലാസ് ഒട്ടിച്ചെടുത്താണ്. ഇതൊരു പാത്രത്തിലോ ബക്കറ്റോ എന്ത് വേണമെങ്കിലും ആവാട്ടോ. ഇത് അതല്ല, ഇപ്പൊ ആ ഫിറ്റിങ്സ് ഒക്കെ കണ്ട് പേടിക്കണ്ട കേട്ടോ. ആ പൈപ്പ് നമുക്ക് ഈ ഇലക്ട്രിക്കൽ പൈപ്പ് ഇല്ലേ ബ്ലാക്ക്, ആ പൈപ്പ് മതി. പിന്നെ എൽബോ ഇല്ല അതിന്റെ, ആ എൽബോ ഒക്കെ വെച്ച് ചെയ്യാം കേട്ടോ. അത് സിമ്പിൾ ആയിട്ട് ഞാൻ അതിന്റെ സെറ്റ് കൊണ്ടുവന്നുള്ളൂ.
അടച്ചും വെക്കാം, തുറന്നു വയ്ക്കാം. എൻ്റെ ടാങ്കിനെല്ലാം ഞാൻ ഗ്ലാസ് ടാങ്കിന് ഹോൾ ഇട്ടിട്ടുണ്ട് താഴെ, വാൽവ് പിടിപ്പിച്ചേക്കാം. അപ്പൊ വാൽവ് തിരിച്ച വെള്ളം പുറത്തേക്ക് പോകും. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്നും കൂടി ഫ്രഷ് ആയിട്ട് പോകാൻ വേണ്ടിയാണ് അത് വെച്ചേക്കുന്നത്. അതിന്റെ ആവശ്യമില്ല, നിർബന്ധമില്ല, അത് വെച്ചാൽ നല്ലത്. ഇത് വെച്ചുകൊണ്ടുള്ള മെയിൻ ഗുണങ്ങള് വെള്ളത്തിന്റെ pH എപ്പോഴും കൺട്രോൾഡ് ആയിരിക്കും. 7 ആണ് ഗപ്പിക്ക് ഏറ്റവും നല്ലത്, 7 to 8 അത് എപ്പോഴും കൺട്രോൾ ചെയ്ത് നിൽക്കും ഈ ബയോഫിൽട്ടർ വഴി. പിന്നെ ബെനിഫിഷ്യൽ ബാക്ടീരിയ അതിന്റെ വേസ്റ്റ് കൺവെർട്ട് ചെയ്ത് എല്ലാം ഇത് ചെയ്യും. അത് നേരെ നമ്മ എയർ പമ്പിലേക്ക് കൊടുക്കും. അപ്പൊ മോളിൽ കൂടെ അതിൽ കൂടെ വെള്ളം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. ഇത് ബക്കറ്റിൽ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാട്ടത്. ആ സ്പേസിൽ നമ്മൾ മെറ്റലോ അല്ലെങ്കിൽ ചരലായിരിക്കുമ്പോ കിട്ടണ ഒരു വൈറ്റ് കല്ലൊക്കെ ഇല്ലേ, ചെറിയ ചെറിയ ബേബി മെറ്റൽ പോലത്തെ ബേബി മെറ്റൽ യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ആ ഗ്ലാസ് ഒട്ടിക്കാൻ ഒരു ചിലപ്പോ കൂടി വന്ന 10 രൂപയ്ക്ക് അത് നടക്കും. അത് വേസ്റ്റ് ഗ്ലാസ് ഒക്കെ വെച്ചാൽ ഞാൻ ചെയ്തത് 10 രൂപ. പിന്നെ ആ സെറ്റ് നോക്കണ്ട, നമുക്കിപ്പോ കാശ് കുറഞ്ഞ വേറെ ഫുള്ള് താഴെ ഇടുന്ന സാൻഡ് ഫിൽറ്റർ പോലത്തെ ഒക്കെ കിട്ടണല്ലേ, പച്ച കളറിലുള്ള ഒരു വില കുറഞ്ഞ കിട്ടണ്ട. എന്ത് വേണമെങ്കിലും ഇട്ടാൽ മതി അതിന്റെ അടിയിൽ. ഞാൻ അതിന്റെ സെറ്റ് വെച്ചതേ ഉള്ളൂ അത്. പിന്നെ നമ്മളാ പൈപ്പ് നമ്മുടെ ഇത് മതി, ഈ ഇലക്ട്രിക് പൈപ്പ് മതി, ബ്ലാക്ക്. മുകളിൽ എൽബോ ഇല്ലേ, എൽബോ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അത് ഇങ്ങനെ വർക്ക് ചെയ്യും. അല്ല, അത് ഫില്ല് ചെയ്തിടാം. അത് നമുക്ക് അതനുസരിച്ച് എന്തൊരു കൂട്ടറനുസരിച്ച് നല്ലതാണല്ലോ. അത് ഇടാം. ഇതാവുമ്പോ നമുക്ക് ഇങ്ങനെ തന്നെ എടുത്താൽ ക്ലീൻ ചെയ്യാം, വളരെ ഈസിയാ. സ്പോഞ്ച് വേണമെന്നില്ല, വേണമെങ്കിൽ ബയോബോൾ ഇല്ലേ ബ്ലാക്ക് കളറിൽ, ബയോബോൾ ഇട്ട് കൊടുക്കണമെന്നല്ല വേണമെങ്കിൽ. പിന്നെ ഇത് വാഷ് ചെയ്യണ സമയത്ത് ഭയങ്കരമായിട്ട് കല്ല് വാഷ് ചെയ്യണ്ട, എപ്പോഴും അതിനകത്ത് ബാക്ടീരിയ ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് ക്ലീൻ ചെയ്താൽ മതി, ശരിക്കും വാഷ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് നല്ല എഫക്റ്റീവാണ്, ബ്രീഡിങ് സിസ്റ്റം എല്ലാം നല്ല എഫക്റ്റീവാണ്. പുറത്തുള്ള എല്ലാവരും ഇങ്ങനത്തെ ഫിൽറ്ററിങ് സിസ്റ്റമാണ് ചെയ്യണം, എല്ലാവരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ക്ലാസ് ഒക്കെ എടുക്കാനേ പറ്റിയ ആൾ അവിടെ ഇരിപ്പുണ്ട്, ശരത്തിരിക്കുന്നു. ശരത്തെ ഇങ്ങോട്ട് വരണ്ടോ? ഒരു വൈറ്റ് കളറിലെ പാത്രമില്ലേ, ചെറിയ സ്ക്വയർ ഒക്കെ വന്നില്ലേ, ടിന്ന് പോലത്തെ, അതൊക്കെ മതി. എന്തായാലും ഒന്നല്ല. പിന്നെ ഇതിനകത്ത് തന്നെ ഞാൻ ഹോളിട്ട് ചെയ്തേക്കുന്നതിന്റെ പേരിലാണ്. അപ്പൊ ഇതിന്നേ ആ പ്രഷറിൽ കുറച്ച് അഴുക്ക് കുറച്ച് പുറത്തേക്ക് പോകും. അത് വേണമെന്ന് നിർബന്ധമില്ല, ഞാൻ ഈ ഹോളിട്ടേക്കുന്നതിന്റെ പേരിൽ അത് ചെയ്തേക്കാണ്. പുറത്തെല്ലാവരും ചെയ്തേക്കണ അങ്ങനെ തന്നെ കേട്ടോ. ഇതിന്റെ അടിയിലാണ് ഈ ഹോള് കിട്ടണത്, അതിന്റെ മുകളിലാണ് ഇത് വെക്കണത്. അപ്പൊ കറക്റ്റ് ആ പ്രഷറിൽ പോകുമ്പോ ഇതിൽ നിന്നുള്ള കുറച്ച് അഴുക്കും കൂടി അങ്ങോട്ട് പോകും. ഈ തമിഴ്നാടുകാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണത് അതാണല്ലോ, ബദാമിന്റെ എല്ലാം യൂസ് ചെയ്യണത്. അവിടെ pH കൂടുതലാണ്. ഞാൻ പിന്നെ ബ്രീഡ് ചെയ്യുമ്പോൾ വലിയ ടെക്നിക്കൽ സൈഡൊന്നും നോക്കിയൊന്നും അല്ല ബ്രീഡ് ചെയ്യണം. നമ്മുടെ ലക്ഷ്യം എപ്പോഴും ക്യാഷ് ഏൺ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ലക്ഷ്യം. അതെങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ് മെയിൻ അടിസ്ഥാനം. ഈ നമ്മള് സമീർ എല്ലാം പറഞ്ഞു കഴിഞ്ഞൂടാ, സമീർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഗപ്പി ചെയ്യേണ്ട സിസ്റ്റമാറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം സമീർ പറഞ്ഞു. വേറെ ഒന്നും ഇനി എക്സ്ട്രാ പറയാനില്ല, എല്ലാം കവർ ചെയ്തിട്ടുണ്ട് സമീർ. പക്ഷെ എല്ലാം ഇപ്പൊ നമ്മൾ ഈ തുടക്കക്കാർക്ക് എല്ലാം കൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം ഉണ്ടാവും, ഈ പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. അപ്പൊ അതിനുള്ള സൂത്രപ്പണികളൊക്കെ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം. നല്ല ബ്രീഡിനെ സെലക്റ്റീവ് ബ്രീഡിങ് എന്ന് പറയുന്നത് എന്താണ്, നമുക്കറിയാലോ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ നല്ലത് ഏതാണ്, അത് നമ്മൾ തിരഞ്ഞെടുക്കാം.
പിന്നെ ഇത് ചെയ്യാട്ടോ. ഇപ്പൊ എന്റെ കയ്യില് ഇപ്പൊ സമീർ നേരത്തെ പറഞ്ഞ പോലെ എന്റെ കയ്യിൽ ചിലപ്പോ HB ബ്ലൂവിന്റെ മെയിലില്ല, കൊള്ളൂല. ഞാനിപ്പോ ജൂനിയേഴ്സിന്റെ അടുത്ത് പോയി അല്ലെങ്കിൽ വിമലിന്റെ അടുത്ത് പോയി അവിടെ ചെന്ന് കണ്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാം എല്ലാവർക്കും. അപ്പൊ നല്ലൊരു ക്വാളിറ്റി ലെവല് കീപ്പ് ചെയ്യാൻ പറ്റും മെയിൽ. ഇപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെ അടുത്ത് സെയിം സാധനം ചെയ്യേണ്ടത്, ഇടയ്ക്ക് വെച്ച് ഫീമെയിലിനെ അവിടെ നിന്ന് എടുക്കുക, ഇയാളുടെ മെയിൽ അങ്ങോട്ട് കൊടുക്കുക, ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ല റിസൾട്ട് തന്നെ ഉണ്ട് അതിന്. ചേഞ്ചിങ് ഇല്ലേ ജൂനിയേഴ്സ്? എന്താണ് അഭിപ്രായം? അല്ലേ? അത്യാവശ്യം നമുക്ക് വലിയ ഇത് നോക്കാം. ലൈൻ ബ്രീഡിങ്ങിനെ കുറിച്ച് അറിയണമെന്നുണ്ടോ? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചോ, പറഞ്ഞുതരാം. എനിക്ക് ഇത് പറഞ്ഞ് എങ്ങനെ മനസ്സിലാക്കിയാന്ന് പറയാനായിട്ടുള്ള എനിക്ക് വലിയ ഇതില്ലാത്തതുകൊണ്ടാണ്. സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ കിട്ടുന്നു. ടാങ്ക് സൈസിനെ കുറിച്ചിട്ടാണ് ചോദിച്ചത്. ഈ ഗ്ലാസ് ടാങ്കോ ഞാൻ ചെയ്തേക്കുന്നതാ? നോർമൽ സൈസ് എന്ന് പറഞ്ഞാൽ 1 അടി വീതി, 1.5 അടി നീളം. പ്രൊഫഷണൽ ലെവലില് 2:1 അല്ല, ഞാൻ 1.5-ക്ക് 1. 1.5-ക്ക് 1. 1 അടിയല്ല, 14 സെന്റിമീറ്റർ ഹൈറ്റ്. 1 അടി 12 സെന്റിമീറ്റർ അല്ലേ? അതെ, 14 സെന്റിമീറ്റർ ഹൈറ്റ്. അല്ല സോറി, ഇഞ്ച്. അല്ല, ഞാൻ ചെയ്തേക്കുന്ന ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 4 അടിയുടെ ഒറ്റ സെറ്റാണ്. പ്ലാറ്റ്ഫോം 4 അടി, എന്നിട്ട് അത് ഒട്ടിച്ചിട്ട് 1 അടിക്ക് പാർട്ടീഷൻ ചെയ്തേക്കാം. 5 mm ഗ്ലാസ് യൂസ് ചെയ്തേനെ. പക്ഷെ എല്ലാവരും ചോദിക്കും 4 അടി നീളം ആകുമ്പോൾ ബലക്കുറവ് ഉണ്ടാവില്ലെന്ന്. പക്ഷെ ഈ ഇടയ്ക്ക് പാർട്ടീഷൻ ഒട്ടിക്കുമ്പോ ഇത് ഭയങ്കര സ്ട്രോങ് ആവും. ഒരു ബെൻറ്റും അങ്ങനെ ഒന്നും വരില്ല, ഒരു കുഴപ്പവും വരില്ല. 5 mm ഗ്ലാസ്സാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്കൊരു മീനിന്റെ സൈസ് വലുതൊക്കെ 25. നമ്മൾ ഈ ഫിൽട്രേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഈ 25-30 വരെയൊക്കെ സുഖമായിട്ടിടാം. വലുത്, ചെറുത് അതിൽ കൂടുതൽ ഇടാട്ടോ. അത് നമുക്കറിയാലോ, അത് നോക്കിയിട്ട്. ഇല്ലില്ല, വളർച്ച കുറവൊന്നും വരുമൊന്നുമില്ല. അത് ഒരു 10-25 വെച്ചൊക്കെ ഇടാം. വലിയ സൈസ് ഇട്ടാ. ഏത് എത്രണ്ണം വലുതാക്കാൻ ഇടാമെന്നോ? അത് നമുക്കൊരു ചെറുതിനാണെങ്കിൽ 10-100 ഇടാം. അത് വലുതാവുന്നതനുസരിച്ച് നമ്മൾ സോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഒരു 30-40 ഒക്കെ ആയിട്ട് ചുരുക്കുന്നുണ്ടല്ലോ. അത് ഇപ്പൊ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഫ്രൈ കുഞ്ഞുങ്ങളായിട്ട് ഒരു മാസം എന്നൊക്കെ പറയണ്ടല്ലോ അവരും. പക്ഷെ ഞാൻ ചെയ്യുന്നത് ഒരു 1.5-2 മാസം ആകുമ്പോഴാണ് ഇതിനെ സോർട്ട് ചെയ്യാറുണ്ട്. 1.5 മാസം 2 മാസത്തിനുള്ളിൽ സോർട്ട് ചെയ്തിട്ട് മെയിലിനെ മാറ്റും, ഫീമെയിലിനെ മാറ്റും. ഫീമെയിലിനെ മാക്സിമം ഞാൻ സിമെന്റ് ടാങ്കിലേക്ക് ഇടും, മെയിലിന് ഗ്ലാസ് ടാങ്കിൽ തന്നെ ചെയ്യുന്നത്. 1.5 മാസം. അല്ല, മെയിലിന് എപ്പോഴും നമുക്ക് അതിന്റെ ഗ്രോത്ത് എന്താണ്, ഈ സാധനം നമ്മൾ ഉദ്ദേശിച്ച സാധനം തന്നെയാണോ ഇതെന്ന് അറിയണ്ട. ആദ്യത്തെ കാര്യം അതാണ്. സിമെന്റ് ടാങ്കിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ പിടിക്കുമ്പോൾ അറിയുള്ളൂ. മെയിൻ അത് തന്നെ. പിന്നെ ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയാ വരുന്നത്, അതിനകത്ത് തന്നെ ഡോർസല് ഇതെല്ലാം. ഇപ്പൊ ഒരു ബാച്ചിൽ തന്നെ എന്തോരം ഉണ്ടാവും അറിയാമോ? ആദ്യമൊക്കെ എനിക്ക് പറ്റുമായിരുന്നു, ഈ സാധനം സിമെന്റ് ടാങ്കിലാണ് ഇടുന്നത്. നമ്മളിത് സെയിലിന് ആളുകൾ വരുമ്പോൾ നമ്മ മുകളിൽ നിന്ന് പിടിച്ചു കൊടുക്കും. അവസാനം നമുക്ക് നല്ല ഉണ്ടാവൂല, നമുക്ക് അറിയാൻ പറ്റൂല. സിമെന്റ് ടാങ്കി കവറിൽ ഇട്ട് കഴിയുമ്പോഴായിരിക്കും ഇത് കൊള്ളാലോ, പിന്നെ തിരിച്ചു വാങ്ങിക്കാൻ പറ്റൂ. അതെ അതെ, അത് മുകളിൽ നിന്ന് നോക്കിയിട്ട് ഇങ്ങനെ അത് പിടിച്ചോ ഇത് പിടിച്ചോ, കവറിലിട്ട് കൊള്ളായിരുന്നല്ലോ. ഇത് നമുക്ക് ആവശ്യമുള്ളത് തന്നെ. ഈ സെലക്റ്റീവ് ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യണത് തന്നെ എല്ലാവരും നമ്മൾ ഈ സാധനം നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഡോർസലും ബോഡി ഷേപ്പ്, ബോഡിയുടെ പാറ്റേൺ, ഇതെല്ലാം നമുക്ക് കാണുമ്പോൾ അറിയാലോ. ഇപ്പൊ HB ബ്ലൂ ആണെങ്കിൽ അത് എങ്ങനെ ഇരിക്കുന്ന സാധനമാണെന്ന് നമുക്കറിയാലോ. അപ്പൊ അതിന്റെ ഒരു മെയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാലോ അതിന്റെ ഒരു ക്വാളിറ്റി. ഇത് കൊള്ളാം, നല്ല കളറുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടി എപ്പോഴും നമുക്ക് വേണ്ടി ഒരു 5-6 പീസ് 5-6 പേരിന് ഒരു മാറ്റിയിടുക. എനിക്കൊരു സംശയമുണ്ട്. അതുപോലെ തന്നെ ആൾക്കാർ ചോദിച്ചത്, മെയിലിനാണോ ഫീമെയിലിനാണോ ചൂസ് ചെയ്യുന്നതിൽ ഇമ്പോർട്ടന്റ്? ഫീമെയിലിനാണോ മെയിലിനാണോ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത്? ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു ബ്രീഡിംഗ് ബ്രൂഡ് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൽ തന്നെയാണ് എന്റെ അഭിപ്രായത്തിൽ. മെയിലാണ്
ഫീമെയിൽ ആണെന്ന് ഫീമെയില് നോക്കണം, എന്നാലും മെയിലാണല്ലോ കറക്റ്റ് മാറ്റണത്. ഇമ്പോർട്ടൻസ് മെയിലാണ്. അതെ, ഇപ്പൊ ഞാൻ പറയട്ടെ, ഏത് ഫീമെയിലിന്റെ കൂടെ ഇപ്പൊ HB ബ്ലൂവിന്റെ കൂടെ കൊണ്ടുവന്ന വൈറ്റ് എക്സ്ട്രോന്റെ മെയിൽ ഇട്ട് കഴിഞ്ഞാല് മാറണത് ഫീമെയിൽ. മെയില് ചേഞ്ച് ചെയ്യണനുസരിച്ചല്ലേ മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? തരംതിരിക്കുന്നത് ഫീമെയിൽ ആണോ എന്നൊരു സംശയം. എങ്ങനെ പ്രൊഡക്റ്റ് ചെയ്യുന്നതില് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫീമെയിലാണ്. നമ്മളതിന്റെ കാരണം റിബൺ പിന്നുള്ള ഫീമെയിലിന് പിന്നെ ഒരു കാര്യം അതിന്റെ ഇടയ്ക്ക് ഈ റിബണിന്റെ പേര് ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാലും റിബൺ മെയില് വാങ്ങിക്കണ്ട കേട്ടോ. ഒരു യൂസും ഇല്ല, മെയ്റ്റ് ചെയ്യില്ല, 100% ആണ്. പലരും പല അവകാശവാദമൊക്കെ ഉന്നയിക്കുന്നുണ്ട്. റിബൺ മെയില് മെയ്റ്റ് ചെയ്യില്ല 100%. എക്സ്പീരിയൻസ് ഉണ്ട് ഇവിടെ ചില ആൾക്കാർക്ക്. ഈ പെയർ വാങ്ങിക്കണ്ടല്ല, സ്വാളോ റിബൺ ടെയിൽ എന്നും പറഞ്ഞ് ഇപ്പൊ വാങ്ങിച്ചാൽ ഫീമെയില് റിബൺ വാങ്ങിക്കാവും, മെയില് റിബൺ ടെയിൽ വാങ്ങിക്കരുത്, മെയ്റ്റ് ആവൂല 100%. പിന്നെ കട്ട് ചെയ്യാൻ പറ്റുമോ? അതിപ്പോ എന്നോട് എന്റെ ഒരു ഫ്രണ്ട് ഈ അടുത്ത് എന്നോട് പറഞ്ഞ് കട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞു കേട്ടാ. എക്സ്പീരിയൻസ് ഉണ്ട്. ആ സിദ്ദീഖ് ആലുവ. അതെ, വേറെ ഒരാളും പറഞ്ഞു ഷൈജൻ കാലിക്കറ്റ് കട്ട് ചെയ്തു മെയ്റ്റ് ആയി എന്നൊക്കെ പറയണു. പക്ഷെ ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാരപ്പൊ അത്രയും കത്രിയൊക്കെ എടുക്കണ്ട, അത് വാങ്ങിക്കാതിരുന്നാ പോരെ. ഫീമെയില് വാങ്ങിക്ക, മെയില് മെയ്റ്റ് ആവൂല. ഈ പ്രൈസിന് നമുക്ക് ഫീഡ് ചെയ്യുമ്പോൾ സാധാരണ നമുക്ക് കേജ് ബ്രീഡ് ചെയ്യുന്നവരുണ്ട്, അല്ലാതെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കേജ് ബ്രീഡ് ചെയ്യുന്നവർ പുറത്തിട്ട് ആ ടാങ്കിൽ തന്നെ സപ്പോസ് ഫ്രിഡ്ജ് ടാങ്കോ അല്ലെങ്കിൽ സിമന്റ് ടാങ്കോ